പോയി നിങ്ങളുടെ ചോദ്യം മറന്നുപോയി. നിങ്ങൾ പറഞ്ഞത് PFI എന്ന് പറയുന്ന തീവ്ര വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഭവത്തിനെ ഞാൻ എതിർക്കുകയും എന്നാൽ RSSനെ ഞാൻ അത്രത്തോളം തീവ്രതയോടെ എതിർക്കുന്നുമില്ല എന്നുള്ള നിങ്ങളുടെ ചോദ്യം. RSSന് തീവ്ര വർഗീയത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ കേസ് കൊടുക്കാമല്ലോ. അങ്ങനത്തെ എത്ര കേസുകൾ, എത്ര നടപടികൾ ഉണ്ടായിട്ടുണ്ട്? ജനങ്ങൾ തീരുമാനിക്കണമെങ്കിൽ RSS ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും അല്ല. PFIയും രാഷ്ട്രീയ പാർട്ടിയല്ല, സംഘടനയാണ്. സംഘടനയ്ക്ക് RSS ഉണ്ട്. അതാണ് ഇല്ലല്ലേ? നിരോധിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലല്ലേ? എന്തിനാത്? അതെന്തിനായിരുന്നു നിരോധിച്ചേ? പോപ്പുലർ ഫ്രണ്ടിനെ ഒരു ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും. വാദിക്കാൻ ഞാൻ പ്രവർത്തനമല്ല. PFIനെയും SDPIനെയും RSSനെയും BJPനെയും വർഗീയ കക്ഷികളെയൊക്കെ ഒരേപോലെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഒരു മാത്രം എതിർത്ത് ഒരു പക്ഷത്തിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഞാൻ കാണിക്കാം. അതിൽ നോക്കി പറ, ഇങ്ങോട്ട് പറയണ്ട. അപ്പൊ VS അച്യുതാനന്ദൻ ഇരട്ടത്താപ്പാണോ സാറേ? VS അച്യുതാനന്ദൻ PFI എതിർത്തു, RSSനെ അല്ല എതിർത്തത്. അപ്പൊ ഞാൻ ഇരട്ടത്താപ്പാണോ എന്ന് പറയൂ സാർ. മുരളീധരൻ തെമ്മാടികളെന്ന് RSSനെ വിളിച്ചു, PFIനെ വിളിച്ചില്ലാത്തത് കൊണ്ട് PFI തെമ്മാടികൾ അല്ലാതാവോ? PFIയും തെമ്മാടികളാണ്, രണ്ടുപേരും വർഗീയവാദികളാണെന്ന് പറയാൻ താങ്കൾക്ക് എന്താ മടി? ഒരു മുഖ്യമന്ത്രി എന്താണ് വർഗീയവാദിയാണോ? എന്റെ പൊന്നു ചേട്ടാ, ചോദ്യത്തിലേക്ക് നിങ്ങൾ പോവാ. ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേ ഉത്തരം സ്പെസിഫിക് PFIയും കാസായും വർഗീയവാദികളാണ്. താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള ഗട്സ് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. മറുപടി കേൾക്കാൻ ഗട്സ് ഇല്ലാത്ത നിങ്ങളോ? മറുപടി കേൾക്കാൻ ഗട്സ് ഇല്ലാത്ത നിങ്ങളോ? ഒരു ചോദ്യത്തിന് പറഞ്ഞാൽ മതി. താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ ചോദിച്ച മുമ്പത്തെ ചോദ്യത്തിലാണ് ഞാൻ ഇപ്പോഴും മറുപടി പറയുന്നത്. അന്നേരം അതിന്റെ ഇടയ്ക്ക് RSS വർഗീയവാദിയാണോ, നരേന്ദ്രമോദി വർഗീയവാദിയാണോ? അതല്ലല്ലോ നമ്മുടെ ചോദ്യം. ആദ്യത്തേത്, അതിലേക്ക് വരാം. ആ ചോദ്യം തീർത്തിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ ഉരുളാൻ നോക്കി UPയുടെ കാര്യത്തിൽ, നിങ്ങൾ ഉരുളാൻ നോക്കി ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ, നിങ്ങൾ ഉരുണ്ടു എന്തില് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ. ഇതിലെല്ലാം വാദങ്ങളും ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളെ ഞാൻ പറഞ്ഞു വാലെ ചവിട്ടി എവിടെ വെച്ചിട്ടേ ഞാൻ പറഞ്ഞു വിടത്തുള്ളൂ. ഇതിലും അങ്ങനെ ഉള്ളു ഷാഹുലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് സ്പെസിഫിക് ടൈം ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം. എന്നിട്ടും ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ വാലെ ചവിട്ടി വെച്ചേക്കാം. നിങ്ങളുടെ വാലിനെ അവിടെ വെച്ചേക്കാം. അത് വേണം. ഞാൻ അതാണ് ചോദ്യം. അത് നിങ്ങളുടെ അനുവാദമൊന്നും എനിക്കത് വേണ്ട. ഞാനത് പിടിച്ചേ വിടുള്ളൂ. തീർച്ചയായിട്ടും. ചോദ്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതിനെ തുലനം നോക്കുന്നത് നിങ്ങളുടെ ലോജിക്ക് എവിടെ പോയി നോക്കൂ. നിങ്ങളുടെ ലോജിക്ക് ശബരിമല പോയി, പമ്പ കടന്ന് ശബരിമല പോയി. നിങ്ങളുടെ ലോജിക്ക് എന്താ? മുരളീധരൻ KPCCയുടെ സെക്രട്ടറി ആയിരുന്നോ പ്രസിഡന്റ് ആയിരുന്നോ പറഞ്ഞിട്ട് എന്താ പവർ? ആ റോളിന്റെ പവർ എന്താ? സാറെ തെമ്മാടി എന്ന് നിങ്ങൾക്ക് ആരെ വിളിക്കാം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീവ്ര ഇസ്ലാമിക വൽക്കരണത്തിനുള്ള അജണ്ട എന്ന് പറയുന്നതും തെമ്മാടി എന്ന് പറയുന്നതും ഒരേപോലെയാണെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CPM-കാര് ഗുണ്ടകളും തെമ്മാടികളുമാണെന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ടോ ഇല്ലയോ? SFI-കാർ തെമ്മാടികളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന BJP നേതാക്കന്മാരുണ്ടോ ഇല്ലയോ? അത് നിങ്ങളുടെ ഗോസ്പലാണോ? ഗോസ്പലാണോ? ഞാൻ ചോദിക്കാം, സന്ദീപ് വചസ്പതിയോ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ B ഗോപാലകൃഷ്ണനോ പറയുകയാണ് RSS ഈ SFI-കാര് ഗുണ്ടകളാണ് എന്ന് പറഞ്ഞത് കരുതിക്കോ. ഗോസ്പലാ നിങ്ങളുടെ